ആദ്യം മഴയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിക്കും. ഇന്നലെ നല്ല മഴയായിരുന്നു. വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ മഴ എന്നാണ് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചേക്കും. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. കേരളത്തിൽ ജൂൺ 17 വരെ മഴയും കാറ്റും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും മഹാരാഷ്ട്ര തീരം മുതൽ ലക്ഷദ്വീപ് വരെ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനവുമാണ് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിന്റെ ദ്വീപ് സന്ദർശനം തുടരുന്നു. ദ്വീപ് വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്യും. അതേസമയം ഭാവി സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം ഇന്ന് യോഗം ചേരും. രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യ ഹർജി, ലോക്ഡൌൺ കഴിയുന്നതുവരെ ദ്വീപിൽ ഭക്ഷ്യധാന്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ലക്ഷദ്വീപുകാർ കരിദിനമായി ആചരിച്ച അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശനത്തിന്റെ ഒന്നാം ദിവസം കാര്യമായ ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ദ്വീപ് വികസനവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും വിവിധ പദ്ധതികളുടെ പരിശോധനകളുമെല്ലാം ഇനിയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. അതേസമയം ഭാവി സമര പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം ഇന്ന് യോഗം ചേരും. സന്ദർശനാനുമതി തേടിക്കൊണ്ടുള്ള മെമ്മോറാണ്ടം ഓൺലൈനിലൂടെ അഡ്മിനിസ്ട്രേറ്റർക്ക് സമർപ്പിക്കും. രാജ്യദ്രോഹ കേസിൽ ലക്ഷദ്വീപ് ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താന നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തന്റെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് കവരത്തി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. TV ചർച്ചയിൽ നടത്തിയ പരാമർശങ്ങൾ ബോധപൂർവമായിരുന്നില്ല. പരാമർശം വിവാദമായതോടെ സമൂഹമാധ്യമങ്ങളിലൂടെ മാപ്പ് പറഞ്ഞതായും ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ലോക്ഡൌൺ കഴിയും വരെ ഭക്ഷ്യധാന്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് 18 ക്യാമ്പയിൻ വഴിയടഞ്ഞ ജീവിതങ്ങൾ. ലോക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന സംരംഭകർ നിരവധിയാണ്. അത്തരം ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിനി ഷാലിൻ. ലോക്ഡൌൺ തുടങ്ങിയതോടെ തകർച്ചയുടെ വക്കിലാണ് ഷാലിന്റെ ഐസ്ക്രീം ഷോപ്പ്. ഇത് ഷാലിന്റെ കഥ ഇങ്ങനെ. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന് മുമ്പ് തിരുവനന്തപുരം തൈക്കാട് ഐസ്ക്രീം ഷോപ്പ് തുടങ്ങി. പിന്നാലെ ആദ്യ ലോക്ക്ഡൌൺ, ലക്ഷങ്ങളുടെ നഷ്ടം. വീണ്ടും കടം വാങ്ങി ഷോപ്പ് പുനരാരംഭിച്ചു. ഷോപ്പിൽ ആളുകൾ എത്തി തുടങ്ങി. ലോൺ തിരിച്ചടവും തുടങ്ങി. പിന്നാലെ എത്തി വീണ്ടും ലോക്ക്ഡൌൺ. കഴിഞ്ഞ ദിവസം ഷോപ്പ് വൃത്തിയാക്കാൻ ഷാലിനെത്തിയപ്പോൾ കാഴ്ച ഇങ്ങനെ. ഐസ്ക്രീം, കേക്ക്, ജ്യൂസ് തുടങ്ങിയവയുടെ എല്ലാ അസംസ്കൃത വസ്തുക്കളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇവയെല്ലാം നശിപ്പിച്ച് കളയാനേ ഇനി കഴിയൂ. ഇനി ഷോപ്പ് തുടങ്ങണമെങ്കിൽ എങ്ങനെയാണോ തുടക്കം മുതൽ, എനിക്കിപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇൻഫ്രാസ്ട്രക്ചറിന് അപ്പുറമായിട്ട് ഒരു ചെറിയ സോൾട്ടിൻ്റെ പൊടി പോലും അത് മുതൽ ഞാൻ എല്ലാം കരുതിയേ പറ്റത്തുള്ളൂ. ബാധ്യതകളും നഷ്ടവും ഉണ്ടാകുമ്പോൾ കരകയറാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. കാരണം ഇത് നമ്മൾ നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത തലങ്ങൾ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഐസ്ക്രീം നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ക്ലോസറ്റിൽ ഒഴുക്കിക്കളയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇനി ഈ പറയുന്ന പൗഡേഴ്സ് എല്ലാം ഡേറ്റ് എക്സ്പയർഡ് ആയിന്നേ, എന്നാ ചെയ്യാനാ? ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 900 രൂപ വില വരെയുള്ള ഏകദേശം 53ഓളം കവേഴ്സാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. വെയിറ്റ് ആൻഡ് സീ. സോർബെറ്റും ചോക്ലേറ്റും എല്ലാത്തിൻ്റെയും പൗഡേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഇനി അടുത്തത് എന്താ നോക്കാം. ഇതിങ്ങനെ എടുക്കുക. ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്നെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഇന്നില്ല. നഷ്ടം നികത്താനായില്ലെങ്കിലും ബാങ്ക് ലോൺ തിരിച്ചടവിന് സാവകാശം ലഭ്യമാക്കാനും അടഞ്ഞുകിടക്കുന്ന സമയത്തെ വാടക പിരിവ് തടയാനും സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള നിരവധി സംരംഭകർ.
ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തുകാർക്ക് തട്ടുദോശ ഒരു വികാരമാണ്. വളരെ ശരിയാണ് ആ കാര്യം. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മുക്കിൽ തട്ടുകടകളായിരുന്നു കോവിഡിന് മുമ്പൊക്കെ. ലോക്ക്ഡൌൺ കാലത്ത് ഈ തട്ടുദോശ തിന്നണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? ഈ വാർത്ത കണ്ടു നോക്കും. കല്ലിൽ നിന്നെടുക്കുന്ന നല്ല ആവി പറക്കുന്ന തട്ടുദോശ, ചമ്മന്തിയും പപ്പടവും ചേർത്ത് കഴിക്കുക. ഒപ്പം ഓംലെറ്റും രസവടയും. ഓർത്താൽ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് നാവിൽ രുചിയൂറും. ലോക്ക്ഡൌൺ ആയതോടെ തട്ടുകടകൾക്കും പൂട്ട് വീണു. ഈ സമയത്ത് തട്ടുദോശ തിന്നണമെന്ന ആഗ്രഹം കലശലായാലോ? ലോക്ക്ഡൌണിലും കുട്ടികൾക്ക് ആശയടക്കാനായില്ല. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, വീട്ടുകാർ ചേർന്ന് അതങ്ങ് നടത്തിക്കൊടുത്തു. വീടിനു പുറകിൽ താൽക്കാലിക തട്ടുകടയുണ്ടാക്കി. പിന്നെ തട്ടുദോശയും ഓംലേറ്റും രസവടിയുമെല്ലാം ചേർന്ന് സംഗതി പൊളിച്ചു. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം കുട്ടികൾ ഒരിടത്തും പോകുന്നില്ല. കുട്ടികളെ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പോൾ അവർക്ക് വീട്, ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, വീട് അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളെ മുന്നിൽ പുറത്തെങ്കിലും പോകുന്നുണ്ട്, അവർക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഒരു തട്ടുകട സെറ്റ് ചെയ്യാതാലോ. തട്ടുകട സെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ പുറത്തു കൊണ്ടുപോയി ഫുഡ് കഴിപ്പിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഈ ഒരു സെറ്റ് ചെയ്തത്. തിരുവനന്തപുരം വട്ടപ്പാറ അംബിക വിലാസം വീട്ടുകാരാണ് ലോക്ക്ഡൌൺ തട്ടുകട ഒരുക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിശക്കണം. കോവിഡ് വ്യാപനം കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അടച്ചിടേണ്ടി വന്ന മേഖലകളിൽ ഒന്നാണ് ജിംനേഷ്യം. ലോക്ക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും പെട്ടെന്ന് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇവർക്കില്ല. എത്രയെത്ര മസിലന്മാരുടെ കരുത്താർന്ന മുഴക്കങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലമാണ്. എത്രയെത്ര തടിയന്മാർ ഓടി നടന്ന ഇടമാണ്. എത്രയേറെ ഭാരങ്ങൾ മസിൽ കരുത്തിൽ ഉയർന്നിട്ടുണ്ട് ഇവിടെ. മലപ്പുറത്തെ പ്രമുഖ ജിംനേഷ്യങ്ങളിലൊന്നായ ഇവിടെ ദിവസവും 100-ലേറെ പേരാണ് പല സമയങ്ങളിലായി എത്തിയിരുന്നത്. ആദ്യ ലോക്ക്ഡൌണിൽ ആദ്യം തന്നെ ജിംനേഷ്യങ്ങൾക്ക് പൂട്ടുവീണു. ഏറ്റവും ഒടുവിലാണ് ഈ മേഖലയ്ക്ക് ഇളവ് ലഭിച്ചത്. അതോടെ അടുത്ത കാലത്തൊന്നും ഇനി ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചു. അടുത്ത ആഴ്ച ഉത്തരവ് വന്നു, അടച്ചിടാൻ നിർദ്ദേശിച്ചുകൊണ്ട്. ഇത് അടച്ചിടാണെങ്കിലും നമ്മൾ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മെഷീൻസ് റെസ്റ്റ് കൊടുക്കേണ്ട പ്രശ്നം വരും. അതേപോലെ ക്ലീനിങ് ആൾട്ടർനേറ്റ് ഡേയ്സ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇത്ര നീറ്റായിട്ട് നിൽക്കില്ല. ശരീര സൗന്ദര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് ജിംനേഷ്യം അടച്ചുപൂട്ടിയതോടെ വെട്ടിലായത്. കൂടിയ തടിയും ചാടിയ വയറും കുറയ്ക്കാൻ ഇനി ഏറെക്കാലം വിയർക്കേണ്ടി വരും. ചിലവര് തടി കൂടി എന്ന് പറയും. മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഞാൻ പറയാറുണ്ട് അവരോട്. പ്രോപ്പർ ട്രെയിനിങ് വേണം, എന്നാലുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഫോണിലൂടെ ചെയ്ത ഒരു പിന്നെ എന്താ വെച്ചാൽ ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. വർക്കൗട്ട് ക്ലിയർ ആയില്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കറക്റ്റ് ഡയറ്റും കാര്യങ്ങളാണ്. ഈ ഒരു 3 മാസം മതി. പിന്നെ പറഞ്ഞാൽ എക്സസൈസ് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ നിർബന്ധം ചെയ്യണം. ഇവർക്ക് സർക്കാരിന് മുൻപിൽ വെക്കാൻ ഒരു അപേക്ഷ മാത്രം. ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കാൻ റെഡിയാണ്. ജസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും ഇപ്പോൾ ഈ സാധാരണ കടകളൊക്കെ തുറക്കാറില്ലേ, അതേപോലെ ഒരു 3 ദിവസം ഇടവിട്ട് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു എന്ന് അപേക്ഷിക്കുകയാണ് ഗവൺമെന്റിനോട്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com.
ഫ്ളാറ്റ് പീഡന കേസിൽ പ്രതി മാർട്ടിൻ ജോസഫിനായുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. മാർട്ടിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രം സാമ്പത്തിക ഇടപാടുകളിലധികം അടക്കം വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ നിലപാട്. മാർട്ടിനെ ഈ മാസം 23 വരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാർട്ടിന്റെയും പരാതിക്കാരിയായ യുവതിയുടെയും സുഹൃത്തുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണ സംഘം തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം വിളിക്കുന്നു. ലോക്ഡൌൺ ഇളവ് വന്നാൽ ഉടൻ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പാണക്കാട് ഹൈദരലി തങ്ങൾ അറിയിച്ചു. ഭരണഘടനാ അനുസൃതമല്ലാത്ത പാർട്ടി ഉന്നതാധികാര സമിതിയെ ചോദ്യം ചെയ്ത പ്രവർത്തകരും നേതാക്കളുടെ ഒരു വിഭാഗവും രംഗത്ത് വന്നതോടെയാണ് വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. തുടർച്ചയായ 6 മാസങ്ങളിൽ പെൻഷൻ ലഭിക്കാതെ സംസ്ഥാനത്തെ HIV ബാധിതർ. കുടിശ്ശികയടക്കം 14 മാസത്തെ പെൻഷനാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. പണമില്ലാത്തതിനാൽ ഈ കോവിഡ് കാലത്ത് ആശുപത്രിയിൽ പോകാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് രോഗികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പലപ്പോഴും ഞങ്ങൾക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വളരെ തടസ്സങ്ങളുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ പല HIV ബാധിതരുടെയും ഇപ്പോഴത്തെ അവസ്ഥ. മരുന്ന് വാങ്ങുന്നതിന് ആശുപത്രിയിൽ പോകുന്നതിന് പോലും പണമില്ല. സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന പെൻഷനായിരുന്നു ഏക ആശ്രയം. മാസങ്ങളായി ഇത് കിട്ടിയിട്ട് കുടിശ്ശികയടക്കം 14 മാസത്തെ തുകയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. പലരും ക്യാൻസർ, ഹൃദ്രോഗം, TB എന്നിവയ്ക്കെല്ലാം ചികിത്സ തേടുന്നവരാണ്. പെൻഷൻ കിട്ടിയിരുന്ന കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾ വീട്ടുചെലവിനുമെല്ലാം ഈ തുക ഉപയോഗിച്ചിരുന്നു. എന്നാൽ പെൻഷൻ നിലച്ചതോടെ ഇതും ബുദ്ധിമുട്ടിലായി. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സംവിധാനവും ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ എത്തിക്കാമെന്ന് പറയുന്നത് കൃത്യമായിട്ട് എത്താനുള്ള സൗകര്യക്കുറവുകളൊക്കെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കൊറോണ മൂലം ഉള്ള സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 8000-ലധികം HIV ബാധിതരാണുള്ളത്. പെൻഷനായി മാസം 1000 രൂപയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലൂടെ ആരോഗ്യവകുപ്പ് ഇവർക്ക് നൽകുന്നത്. 14 മാസത്തെ കുടിശ്ശികയായി ഇപ്പോൾ 10 കോടി രൂപ ഇവർക്ക് നൽകാനുണ്ട്. കുടിശ്ശിക നൽകണമെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. പെൻഷൻ പദ്ധതി ആരംഭിച്ച് 10 വർഷങ്ങളായിട്ടും ഒരിക്കൽ പോലും ഈ തുക കൃത്യമായി കിട്ടിയിട്ടില്ലെന്നതാണ് വസ്തുത. പെൻഷൻ കുടിശ്ശിക കിട്ടാതെ മരണമടഞ്ഞവരും നിരവധിയാണ്. ഈ ലോക്ക്ഡൌൺ കാലത്തെങ്കിലും പെൻഷൻ മുടങ്ങാതെ നൽകണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ വി ജോൺ, ന്യൂസ് 18 കൊച്ചി. ഈ കോവിഡ് കാലത്തും പ്രതീക്ഷ നൽകുന്ന ചില കാഴ്ചകളുണ്ട് ചുറ്റും. അതിലൊന്നാണ് അപൂർവമായി പൂത്ത കടമ്പു മരം. തന്റെ സ്കൂളിൽ വർഷങ്ങൾക്ക് ശേഷം പൂത്ത കടമ്പു മരം കാണാൻ ഒരു 5ാം ക്ലാസ്സുകാരി എത്തുകയാണ്. മറ്റൊരു കാഴ്ചയിലേക്ക് പോകും അല്ലേ? അതെ, 1000 ഇതളുള്ള താമര കേരളത്തിലും ഉണ്ടായിരിക്കുന്നു. പുരാണങ്ങളിലും മറ്റും മാത്രം കേട്ടിരുന്ന സഹസ്രദള പത്മം തൃപ്രയാറിലാണ് പൂവിട്ടത്. തൃപ്രയാറിലെ പ്രേംകുമാറിന്റെ വീട്ടുവളപ്പിലെ കുളത്തിലാണ് ഈ അപൂർവ കാഴ്ച. പ്രേംകുമാറിന്റെ ഭാര്യ രാജശ്രീയാണ് താമര വിത്ത് കൊണ്ടുവന്ന് നട്ടുപരിപാലിച്ചത്. 1000 ഇതളുള്ള താമര പൂവിട്ടതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. സോങ്ഷാൻ ഹോങ് ടായ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇപ്പൊ ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നട്ടിട്ട് ഒരു 1.5 മാസമായിട്ട് ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് വിരിഞ്ഞു. ആദ്യത്തെ ബഡ് വന്നു വിരിഞ്ഞു. ഇപ്പൊ ഒരു 7-8 ബഡോളം വന്ന് നിൽക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ അൾട്ടിമേറ്റ് 1000 പെറ്റൽ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത്. അതിനും ബഡ് വന്നിട്ടുണ്ട്, വിരിയുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതിപ്പോ ആദ്യത്തെ ഫ്ലവർ എന്തായാലും വിരിഞ്ഞു കിട്ടി. ഇനി മഴയൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ബാക്കിയുള്ളതും കൂടെ വിരിയുന്നു പ്രതീക്ഷിക്കുന്നു. ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഈ താമര കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി മാത്രമേ പൂവിടാറുള്ളൂ. നല്ല ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇനത്തിലുള്ള താമരകളൂടെ ഉണ്ട് ഈ വീട്ടിൽ. ഇത് എല്ലാവരും വന്ന് കാണണം. നല്ല ഇതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു 1000 ഇതളുള്ള താമര വിരിയുന്നത്. 1000 ഇതളുള്ള താമര കാണാൻ പ്രദേശവാസികൾ പ്രേംകുമാറിന്റെ വീട്ടിലെത്തുന്നുണ്ട്. ന്യൂസ് 18 തൃപ്രയാർ. സ്വർണ്ണാഭരണങ്ങൾക്ക് പരിശുദ്ധിയുടെ മുദ്ര പതിപ്പിക്കുന്ന ഹോൾമാർക്ക് സംവിധാനം ഇന്ന് മുതൽ നടപ്പിലാക്കും. പുതിയ മാനദണ്ഡ പ്രകാരം 14, 18, 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് രാജ്യത്ത് വിൽക്കാൻ കഴിയുക. 2 ഗ്രാമിന് മുകളിലുള്ള ആഭരണങ്ങൾക്ക് BIS മുദ്ര പതിപ്പിക്കേണ്ടി വരും. സ്വർണ്ണ വ്യാപാര രംഗത്തെ വ്യാജന്മാരെ ഇല്ലാതാക്കാൻ ഹോൾമാർക്കിങ്ങിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ മാസം 1 മുതൽ നടപ്പിലാക്കാനിരുന്നതായിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് 2 ആഴ്ചത്തേക്ക് നീട്ടുകയായിരുന്നു.